നമസ്കാരം. പ്രധാന വാർത്തകൾ. എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിന്നും പുറത്താക്കി. സർവകലാശാലയുടെ യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ കോൺഗ്രസ് എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ നിന്നും പുറത്താക്കി. തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുക്കാതെ വന്നതോടെയായിരുന്നു നടപടി. സർവകലാശാലയുടെ ചട്ടത്തിൽ പറയുന്നത് പ്രകാരം തുടർച്ചയായി 3 യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ പുറത്താക്കാനാകും എന്നത് സ്വാഭാവിക നടപടിയാണ്. സർവകലാശാലയുടെ അടുത്ത് നടന്ന 7 യോഗങ്ങളിലോ ഓൺലൈൻ യോഗങ്ങളിലോ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ. പങ്കെടുത്തിരുന്നില്ല. ഇതേ തുടർന്നാണ് നടപടിയെടുത്തത്. കെട്ടിടത്തിന്റെ മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യ പ്രയോഗവും. തൃശൂരിൽ നഗരത്തോട് ചേർന്ന് സ്ഥലത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അനുനയിപ്പിച്ച് താഴെയിറക്കാൻ ശ്രമിച്ച പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരെ അസഭ്യ പ്രയോഗവും യുവാവ് നടത്തുന്നുണ്ട്. 1 മണിക്കൂറിലധികമായി ഇയാൾ ഒരു പ്രദേശത്തെയാകെ മുൾമുനയിൽ നിർത്തുകയാണ്. കെട്ടിടത്തിൽ നിന്നും വടികളും മറ്റും താഴെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് നേരെ എറിയുകയും ചെയ്യുന്നുണ്ട്. 3 നിലയുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നാണ് ഭീഷണി മുഴക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പെയിന്റ് തലയിലൂടെ കോഴിയൊഴിച്ച ശേഷമാണ് ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത്. ഇയാൾ ആരാണെന്ന് വ്യക്തമല്ല. മുമ്പ് കണ്ടിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിമിഷപ്രിയ കേസ്. കെ എ പോളിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്ന് മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട കെ എ പോളിന്റെ ഹർജിയാണ് ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് തള്ളിയത്. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന ആവശ്യവും കോടതി തള്ളി. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകം. അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയേക്കും. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ കൊലയാളി എന്ന് കരുതി അറസ്റ്റ് ചെയ്ത അബൂബക്കറിനെ 3ാം പ്രതിയാക്കാനൊരുങ്ങി പോലീസ്. ഇയാൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയേക്കും. വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും അബൂബക്കർ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റിലായ ദമ്പതികൾ 1ഉം 2ഉം പ്രതികളാണ്. സൈനുലാബ്ദിനെയും ഭാര്യ അനീഷയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തനിച്ച് താമസിക്കുകയായിരുന്ന റംലത്തിനെ ഈ മാസം 17-നാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ റിമാൻഡിലുള്ള അബൂബക്കർ റംലത്തിന്റെ വീട്ടിൽ പോയിരുന്നെങ്കിലും ഇയാൾ മടങ്ങിയതിനു ശേഷമാണ് കൊലപാതകം നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഷൻ. പാർട്ടിയുടെ തീരുമാനം ഐക്യകണ്ഠേന എടുത്തത്. രാജ്യാവശ്യത്തിൽ യുക്തിയില്ല. ഉയർന്നു വന്ന ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം ഐക്യകണ്ഠേനയെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളെ പാർട്ടി ഗൗരവകരമായാണ് കാണുന്നത്. ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. കൂടിയാലോചനകൾക്ക് ശേഷമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കോൺഗ്രസ് പാർട്ടി ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി സ്ഥാനവും രാഹുലിനുണ്ടാകില്ല എന്നും സണ്ണി ജോസഫ് അറിയിച്ചു.